ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഗൂഗിൾ. ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. ഒന്ന് എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഈ ഒരു വീടിൻ്റെ പരിസരത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനൊരു ഫ്രണ്ട് സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു ചെറിയൊരു മഴ പെയ്താൽ വരെ ഇവിടെ വെള്ളം നിൽക്കും. ഇതിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. ആദ്യമൊക്കെ ഇവിടെ ഫുൾ വയലായിരുന്നു. ഇത് വീഡിയോ അവസാനത്തിലേക്കൊക്കെ വരുന്ന വീഡിയോയിൽ കാണാം. കുറച്ച് വൈഡായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ ഫുള്ള് വയലായിരുന്നു, അങ്ങോട്ടേക്ക് മൊത്തം. ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തൂർത്തിട്ട് ഫുള്ള് വയലുകൾ തൂർത്തിട്ട് മണ്ണിട്ട് പൊന്തിച്ച്, അപ്പം വെള്ളം നിൽക്കാനുള്ള സ്പേസ് ഇല്ല. ചെറിയൊരു ഡ്രെയിനേജുകൾ. പിന്നെ അവിടെയുള്ള നമ്മളെ വീട്ടിൻ്റെ മുന്നിലുള്ള വഴിയൊക്കെ പൊന്തിച്ച്, ഞങ്ങളെ ഈ ഭാഗം മാത്രം താഴ്ന്നു പോയി. അങ്ങനെ മഴ പെയ്താൽ വെള്ളം നിൽക്കും. വെള്ളം നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പം. എന്ത് ചെയ്യാനപ്പം? അപ്പോൾ ഞാനങ്ങനെ ഒന്ന് എടുക്കണം എന്ന് തോന്നി, അങ്ങനെ എടുത്തതാണ് വീഡിയോ. പക്ഷേ നമ്മളിവിടെ മാത്രമല്ലല്ലോ, എല്ലായിടത്തും വെള്ളം നിൽക്കുന്നൊരവസ്ഥയാണല്ലോ. മഴ പെയ്താൽ എല്ലാ സ്ഥലത്തും ഉള്ള ഒരവസ്ഥയാണത്. അപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞാൽ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഞാനിത് ഈ വീഡിയോ ഒന്ന് സ്ലോ ആക്കി എടുത്തതാണ്. കാര്യങ്ങൾ കുറച്ച് പറയാൻ വേണ്ടിയിട്ട്, മറ്റേ കുറച്ചായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിതൊന്ന് സ്ലോ ആക്കിയതാണ്, ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാണുന്ന ഇങ്ങോട്ടേക്ക് മൊത്തം വെള്ളമാണ്. വെള്ളം നിൽക്കുന്ന സ്ഥലമാണ്, മൊത്തം വെള്ളമാവും അവിടെ. വണ്ടിയൊക്കെ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ത് ചെയ്യാനാ, സഹിക്കല്ലാണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. ഞങ്ങളൊക്കെ അവസ്ഥ ഇങ്ങനെയാണ്. കോഴിക്കോട് സിറ്റിയിലാണെന്നും പോലും പറഞ്ഞാൽ, കോഴിക്കോട് സിറ്റിത്തെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. ഉയർന്ന പ്രദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, താഴ്ന്ന പ്രദേശത്താണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പ്രശ്നം. ഒരു രക്ഷയില്ല കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ജീവിക്കാനൊക്കെ. അത് പൈസ കൊണ്ടായാലും ഇങ്ങനത്തെ ഓരോരോ പ്രശ്നം കൊണ്ടായാലും. പുതിയ പുതിയ ആൾക്കാർ എടുക്കുമ്പോൾ അത് പറമ്പുകൾ ഇങ്ങനെ പൊന്തിച്ച് പൊന്തിച്ച് വരും. അപ്പം പണ്ട് നിന്നവരൊക്കെ താന്ന് നിൽക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇപ്പോൾ എല്ലായിടത്തുമുള്ള അവസ്ഥയാണ്. പുതിയ ആൾക്കാർ പറമ്പ് വാങ്ങുന്നു, അവർ പൊന്തിക്കുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള പറമ്പ് താന്ന് ലെവലിലാവും. അപ്പോൾ അങ്ങോട്ട് വെള്ളം ഇറങ്ങിപ്പോവും. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. കണ്ടോ ഈ ഭാഗം കണ്ടോ, ഇവിടെയൊക്കെ ആദ്യം ഫുള്ള് വയലായിരുന്നു. അപ്പോൾ ഇവിടേക്കാണ് നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇവിടെ നിറഞ്ഞതിന് ശേഷമുള്ളൂ ഞങ്ങൾ അങ്ങോട്ടൊക്കെ നിറയില്ല. ഇപ്പോൾ ഇല്ല. അപ്പം മഴ പെയ്താൽ നേരെ ഇവിടെ തന്നെ കൊണ്ട് നിൽക്കും. പിന്നെ നേരെ ഫുള്ള് വെള്ളത്തിലാണ്. വെള്ളം നിൽക്കാനുള്ള സ്പേസ് ഇല്ല. ഒഴുകാന്ന് പറഞ്ഞാൽ ചെറിയൊരു ചാലേ ഉള്ളൂ. അതിൽ എത്ര വെച്ചിട്ട് ഒഴുകാനാണ്? അതാണ്. എന്നാൽ ശരി, അത് അറിയിക്കണം എന്ന് വിചാരിച്ചു, അറിയിച്ചു.